إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനും സർവനിയന്താവും സർവലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തു ആലി ഇംറാനിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സൂറത്തിനെ അവസാനിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾ അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒട്ടനവധി വിഷയങ്ങളെ വിവരിച്ച ശേഷം അവയുടെ ഒരു രത്നച്ചുരുക്കം എന്നോണം കേവലം 4 വാക്കുകളിൽ ഉൾക്കൊള്ളിക്കുന്ന ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ ആയത്താണ് തുടക്കത്തിൽ ഓതിവെച്ചത്. സ്വന്തം ദേഹങ്ങളോടും മറ്റുള്ളവരോടും അല്ലാഹുവിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന 3 തരം വിഷയങ്ങൾ മനുഷ്യർക്ക് ഇതാണ് അഭിമുഖീകരിക്കാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ എല്ലാ ജീവിതത്തിന്റെ തുറയിലും അവർ കൈക്കൊള്ളേണ്ടുന്ന നിലപാട് ആകമാനം
ഈ ഉപദേശത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുമൊക്കെ ആയത്തിന്റെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലയോ വിശ്വസിച്ചവരെ എന്ന ഒരു വിളിയോടുകൂടെ അള്ളാഹു പറയുന്ന ഒന്നാമത്തെ ഉപദേശം ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുവിൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമോപദേശങ്ങളും അവൻ ഏൽപ്പിച്ച കടമകളും പാലിക്കുന്നതിലും നിർവഹിക്കുന്നതിലും നിങ്ങൾ ക്ഷമ അവലംബിക്കണം എന്നതാണ് അതിന്റെ സാരം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലും ആപത്തുകളും കഷ്ടപ്പാടുകളും നേരിടുന്നതിലുമെല്ലാം തന്നെ ജീവിതത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണമെന്ന് ഈ ആയത്തിന്റെ താൽപര്യത്തിൽ ഉൾപ്പെടുന്നു. ഒരു മനുഷ്യനെന്ന നിലക്ക് അവന്റെ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണ് ഈ ഉപദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ഷമ എന്ന വിഷയം പലപ്പോഴായി പല ഇടങ്ങളിൽ നിന്നായി പല ക്ലാസുകളിൽ നിന്നായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം, ജീവിതത്തിന്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ അവലംബിക്കേണ്ട ഒരു സദ്ഗുണമല്ല ക്ഷമ എന്നത് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കടമകൾ, അവൻ അനുസരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നിടത്ത്, അതിനെ പാലിക്കുന്നിടത്ത് കൃത്യമായൊരു ക്ഷമയും സഹനവും ഉൾക്കൊള്ളേണ്ടവനാണ് വിശ്വാസി എന്ന് മനസ്സിലാക്കുമ്പോൾ വലിയ ഗുണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ഈ ഒരു ക്ഷമ കൊണ്ട് മാത്രം ജീവിതത്തിൽ അവൻ നേടിയെടുക്കുന്ന ഈ ഗുണം കൊണ്ട് മാത്രം അല്ലാഹു അവന് പരിധിയില്ലാത്ത നിലയിൽ പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കണക്കുമില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ ഏക കാര്യം അത് ക്ഷമയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ഉണ്ടായിരിക്കണമെന്നതുകൊണ്ടാണ് അതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനും വായിക്കാനും അറിയാനും സാധിക്കുന്നത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ കോർത്തിണക്കിയ ഉപദേശം വസ്വാബിറു, നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കണമെന്നതാണ്. ഇത്രയും സമയം പറഞ്ഞതും ക്ഷമയെ സംബന്ധിച്ച് മാത്രം, അതിനുശേഷവും പറയാനുള്ളത് ക്ഷമയെ സംബന്ധിച്ച് മാത്രമാണ്. കുടുംബങ്ങൾ, അയൽവക്കക്കാർ, സ്വജനങ്ങൾ, എതിർകക്ഷികൾ, സഖ്യകക്ഷികൾ, മനുഷ്യരും പിശാചുക്കളും അടങ്ങുന്ന ശത്രുക്കൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നമുക്ക് നേരിട്ടേക്കാവുന്ന എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെക്കാളേറെ ക്ഷമയിൽ മികച്ചു നിൽക്കുവാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കണമെന്നാണ് വസ്വാബിറു എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ ഉൾപ്പെടുത്തിയ ഉപദേശം വറാബിതു, നിങ്ങൾ പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ട് രൂപത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. റാബിതു എന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ അർത്ഥത്തെ സൂചിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഫഉലിമ മിൻ ഹാദാ അന്നഹു ലാ സബീല ഇലൽ ഫലാഹി ബിദൂനി സ്വബ്രി വൽ മുസാബറതി വൽ മുറാബതതി അൽ മദ്കൂറാതി ഫലം യഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിഹാ വലം യഫുത് അഹദൻ അൽ ഫലാഹ് ഇല്ലാ ബിൽ ഇഖ്ലാലി ബിഹാ ഔ ബിബഅലിഹാ. ഒരു അറബി നിർവചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. നമ്മൾ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ എത്തിപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇസ്ലാം കൊണ്ട്, നമ്മൾ മുസ്ലിമാണ് എന്നതുകൊണ്ട്, നമ്മുടെ കൈകളിലുള്ള അറിവ് കൊണ്ട്, നമ്മുടെ കൈകളിലുള്ള തിരിച്ചറിവ് കൊണ്ട്, നമ്മുടെ കൈകളിലുള്ള ബോധ്യം കൊണ്ട്, നമ്മുടെ കൈകളിലുള്ള ഈമാന് കൊണ്ട്, അറിവ് കൊണ്ട് നമ്മൾ പ്രതിരോധ സന്നദ്ധരായിരിക്കണം. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ യുദ്ധത്തിന് പ്രതിരോധ സന്നദ്ധരായി ഇരിക്കുക എന്നതാണ്. അതിൽ നിന്ന് തിരിഞ്ഞോടാൻ ഒരു മാർഗവുമില്ല. കാരണം തിരിഞ്ഞോടുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബഉൽ മൂബിഖാത്തിൽ എണ്ണിയ കാര്യമാണ്. വത്തവല്ലി യൗമസ് സഹഫ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 7 കാര്യങ്ങളോട്, വൻ പാപങ്ങളോട് വിട്ടുനിൽക്കണമെന്ന് കൽപ്പിച്ചു. അതിലൊന്ന് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്ന കാര്യമാണ്. സർവ്വ ആയുധങ്ങളും സന്നാഹങ്ങളുമായി ശത്രുക്കൾ അവർ പാഞ്ഞടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ബലം കൊണ്ട്, നിങ്ങൾ സ്വീകരിച്ച ആദർശം കൊണ്ട്
അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് ഉറപ്പ് നൽകും, നിങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും, നിങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകും, ജീവിതത്തിൽ മുന്നേറാനുള്ള എല്ലാ പ്രാപ്തിയും അള്ളാഹു നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കെ ഒരു വിശ്വാസിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ വർത്തമാനമാണ് ആ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിരോധ സന്നദ്ധരായി ഈമാനോടുകൂടെ അറിവോടുകൂടെ ബോധ്യത്തോടുകൂടെ നിൽക്കുമ്പോഴാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി സഹ്ൽ ഇബ്നു സഅദ് അസ്സഅദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റിബാതു യൗമിൻ ഫീ സബീലില്ലാഹി ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം കാവൽ നിൽക്കൽ ഈ ലോകവും അതിലെ സകലതും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അതിന്റെ വാക്കിയിൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു വാക്ക്, വമൗളിഉ സൗത്തിൻ അഹദികും മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ചാട്ടവാറ് വെക്കാനുള്ള ഒരു ഇടം ഖൈറും മിനദ് ദുനിയ വമാ അലൈഹ. ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ളതിനേക്കാളുമൊക്കെ ഖൈറായതാണ്, ഉത്തമമായതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റിബാതു യൗമിൻ വലൈലത്തിൻ ഖൈറും മിൻ സിയാമി ശഹ്രിൻ വഖിയാമിഹി വഇൻ മാത ജറാ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹു വഉജ്രിയ അലൈഹി റിസ്ഖുഹു വഉമിനൽ ഫത്താൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ഞാൻ പ്രവാചകരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരു രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കൽ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നതാണ്. ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ അവൻ പ്രവർത്തിച്ച കർമ്മങ്ങൾ അന്ത്യനാൾ വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി രേഖപ്പെടുത്തും. മരണപ്പെട്ടാലും അന്ത്യനാൾ വരെ അവൻ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കണക്കിൽ അവന്റെ പ്രവർത്തനത്തെ രേഖപ്പെടുത്തുമെന്നാണ്. അവന് ബർസഖിൽ ഉപജീവനം നൽകപ്പെടും, ഖബർ ശിക്ഷയിൽ നിന്ന് അവന് നിർഭയത്വം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രവാചകന്റെ, ഒരു ഭരണാധികാരിയുടെ, ഒരു നേതാവിന്റെ ആഹ്വാനപ്രകാരം ഇറങ്ങിത്തിരിച്ച് ഒരു ആയുധത്തിന്റെ സന്നാഹരായിക്കൊണ്ട്, പ്രതിരോധ സന്നദ്ധരായിക്കൊണ്ട് നമ്മൾ ഇറങ്ങേണ്ട ഒരു ഘട്ടം നമുക്ക് മുമ്പിലില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് അറിവ് മനസ്സിലാക്കി ബോധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ജിഹാദാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയും. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിലേക്ക് ചൂണ്ടുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു വെക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന, നിങ്ങൾക്ക് പദവികൾ ഏറ്റി നൽകുന്ന ഒരു കാര്യത്തെ, ഒരു ഖൈറായ കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സ്വഹാബികളെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ സ്വഹാബികൾ പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ അറിയിച്ചു തന്നാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ബാഗുൽ വുളൂഹി അലൽ മകാരിഹി വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി വൻതിലാറു സ്വലാത്തി ബഅദ സ്വലാത്തി ഫദാലികുമുർ റിബാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റിബാത്തിനെ വറാബിതു എന്ന് പ്രയോഗിച്ച ഖുർആനിലെ ആ വചനത്തെ ഹദീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ? ഇസ്ബാഗുൽ വുളൂഹി അലൽ മകാരിഹ്, നമുക്ക് വെറുപ്പുണ്ടാകുന്ന സമയത്ത് വുളൂഇനെ സമ്പൂർണമായി നമ്മൾ ചെയ്യുക എന്നതാണ്. എന്താ വുളൂ? നിസ്കാരത്തിന്റെ ശർത്തിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, പ്രതിഫലം കിട്ടുന്ന കാര്യം, നിയ്യത്തുണ്ടായിരിക്കേണ്ട കാര്യം, അതിന്റെ സുന്നത്തുകളും ഫറളുകളും ശ്രദ്ധിച്ച് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിന്റെ സമ്പൂർണമായ ഒരു ഹദീസ് നമുക്ക് ഉദ്ധരിച്ചു തന്നിരിക്കുന്നു. ഈ വുളൂഇനെ നമുക്ക് വെറുപ്പുള്ള സമയത്ത്, അതിനെ ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ മരം കോച്ചുന്ന തണുപ്പുള്ള സമയത്ത് നമ്മൾ വുളു എടുക്കുമ്പോൾ എത്ര പ്രയാസം നമ്മൾ അനുഭവിക്കും സഹോദരങ്ങളെ. ആ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇതെന്റെ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നന്മയാണ് എന്ന കണക്കെ നമ്മൾ അത് പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താണ്? വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, കാലഹരണപ്പെട്ടു പോയ ഒരു കാര്യം, പള്ളിയിലേക്ക് കൂടുതൽ നടത്തം കാലുകൊണ്ട് സംഭവിക്കുക എന്നതാണ്. ഇതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും.
നമ്മുടെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരുമെന്നതാണ് പള്ളിയിലേക്ക് നടന്നു വരിക എന്നത് തന്നെയാണ്. സമീപ പ്രദേശത്തുള്ള പരിസരവാസികളായ ആളുകൾ പള്ളിയിലേക്ക് സമീപിക്കാൻ അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചാൽ അത് വലിയ ഖൈറായ കാര്യമാണ്, അവർക്ക് ദറജകൾ ലഭിക്കാൻ കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. വൻതിവാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയണയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി സാലിമിലെത്തുമ്പോൾ, കുബാഇന്റെ പ്രദേശത്തെത്തുമ്പോൾ, മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ കണ്ട സ്വപ്നം ഈ നാട്ടിൽ ഒരു പള്ളി സ്ഥാപിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞത് ആ നാട്ടിലെ പള്ളിയുമായി അവന്റെ ഹൃദയത്തിന് ബന്ധമുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയുമായി ബന്ധമുള്ള അങ്ങനെ ഒരു ട്രെൻഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പള്ളി പോയി പറയടാ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സാരമെന്താ? പള്ളിയിലായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. ഇന്നെവിടെ പള്ളി? ഇന്നെന്ത് പള്ളി? പള്ളിയിൽ പോയി ഇരുന്ന് അള്ളാഹുവിനെ ദിക്റെടുത്ത് സുജൂദ് ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് പള്ളിയുമായി ഒരു നല്ല ബന്ധം പുലർത്തുന്നൊരു സ്വഭാവം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയായിക്കൂടാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ അവസാന ഭാഗത്തെ കാര്യം എന്താ? ഇന്തിവാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ നമ്മൾ കാത്തിരിക്കലാണ്. ആ സമയത്ത് എന്തെല്ലാം ഖൈറുകളിൽ നമുക്ക് ഏർപ്പെടാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ പ്രവാചകൻ ഒരു തൂണിന്റെ ഇടം തന്നെ പ്രത്യേകമായി ഉണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പഠിപ്പിക്കുന്നു. മദീന പള്ളിയിലെ തൂണുകൾക്ക് ഓരോന്നിനും ഓരോ പേരുകളാ. ഉസ്തുവാനത്തു തൗബ എന്ന പേരിൽ അറിയപ്പെട്ട തൂൺ, അതിന്റെ അടുത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സമയവും നിസ്കരിച്ചിരുന്നതായി ഞാൻ കണ്ടത് എന്നും സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ ഒരു ഇടം, പള്ളിയോട് ഒന്നൊന്നിരുന്ന് അവിടെ ഇരുന്ന് നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ഖൈറുകളിലേക്ക്, വീണ്ടും ഖൈറുകളിലേക്ക് ചേക്കേറാൻ നമ്മൾ എന്തെങ്കിലും സന്നദ്ധത നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന നമ്മൾ നടത്തുക. അതാണ് ഫസാലിക്കുമുർ റിബാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇതത്ര റിബാത്ത്. അതുകൊണ്ട് വറാബിതു, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാ അർത്ഥത്തിലും സർവസന്നാഹരായിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്നവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഉപദേശം അവസാനം പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ആശയമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നതാണ്. പൊതുവായ അർത്ഥത്തിലുള്ള റിബാത്താണ് ഹദീസിൽ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. പ്രത്യേകമായി പറയുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഹദീസിൽ നിന്ന് നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നാലാമത്തെ ഉപദേശം വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന ഉപദേശമാണ്. മഹാനായ തുൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, എന്താണ് തഖ്വ? എന്താണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ധർമ്മനിഷ്ഠ പാലിച്ച് ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അൻത അമല ബിതോഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശവുമായി നമ്മൾ അള്ളാഹു പഠിപ്പിച്ച പ്രവർത്തനങ്ങളുമായി സൽക്കർമ്മങ്ങളുമായി ആ പാതയിൽ മുന്നേറുക എന്നതാണ്. തർജൂ സവാബല്ലാഹ്, ഇങ്ങനെ നമ്മൾ അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം കാത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അത് ഇഖ്ലാസോടുകൂടെ അതിന് നൽകേണ്ട എല്ലാ നിബന്ധനകളും ഒപ്പിച്ച് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അള്ളാഹു എനിക്ക് പ്രതിഫലം തരുമെന്ന മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് എന്നതാണ്. പിന്നെ വഅൻതതുറുക മഅസിയത്തല്ലാഹ്, പാപങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് തൊട്ടപ്പുറത്ത് കുറെ നന്മകളും ചെയ്യുന്നു. എന്തൊരു വലിയ വിരോധാഭാസമാണ് ആ കാര്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടി പോരാടി പൊടികൾ പാറിയാൽ ലാ യജ്തമിഉ ഗുബാറും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുണ്ടായ പൊടിയും വദുഖാനു ജഹന്നം, നരകത്തിന്റെ പുകയും അതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല. പാപങ്ങൾ ചെയ്യുക, കണക്കെ പാപങ്ങൾ ചെയ്യുക, അതേസമയം നന്മകൾക്ക് നമ്മൾ മുന്നേറുകയും ചെയ്യുക. എന്ത് വലിയ വിരോധാഭാസമായിരിക്കും അത്. നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുമ്പോൾ തുൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ് പറയുന്നു, അൻതതുറുക മഅസിയത്തല്ലാഹ്, അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നതിനെ നിങ്ങൾ ഭയപ്പെടണം, ഉപേക്ഷിക്കണം. തിന്മ ചെയ്യുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതും അലാ നൂരിൻ മിനല്ലാഹ്, പ്രത്യേകമായി പറഞ്ഞു. പാപം ഒഴിവാക്കാനും വേണം ഒരു തൗഫീക്ക്, നന്മ ചെയ്യാനും വേണം അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. അതിനെ നമ്മൾ ചോദിച്ചേ മതിയാകൂ. തഖാഫു ഇഖാബല്ലാഹ്, ഇതിനൊരു കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ കോടതിയിൽ വന്നാൽ അവൻ വേദനയേറിയ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.
വേദനയേറിയ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണം കാരണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നേറുന്ന ആളുകൾക്കുള്ള 4 ഉപദേശമാണ് ഒരു ആയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ ഭയവിഹ്വലരായി മാറിപ്പോകേണ്ടതില്ല, നമ്മൾ പ്രതീക്ഷയറ്റ് ജീവിക്കേണ്ടവരല്ല. നമ്മൾ ചെയ്ത ഒരു നന്മക്ക് അല്ലാഹു പ്രതിഫലം അതിനെ വീണ്ടും ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരും. നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുകളും നമ്മൾ ചൊല്ലിയ ഷഹാദത്ത് കലിമയും അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോ ബിത്തോക്കത്തുകളിലായി കാടുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ ചെയ്ത തിന്മകളെക്കാൾ ഉയർന്നു വരും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു സംഭവമില്ലേ? അല്ലാഹു ഈ റൂസുൽ ഖലായിക്കിൽ മനുഷ്യരാഗമാനം നിൽക്കുന്ന കോടതിയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരുമത്രേ. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഫയൻസുറു അലൈഹി 99 സിജില്ല, അവന്റെ മുമ്പിൽ 99 സിജില്ലുകൾ, ബിതാഖത്തുകൾ, അവൻ പ്രവർത്തിച്ച തിന്മകളുടെ രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തിയിടും. അതിനെ പരിശോധിക്കാം എന്ന നിലയിൽ കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ, ഓരോ സിജില്ലിന്റെയും വലിപ്പം എത്രയാ? നമ്മുടെ കണ്ണിന്റെ കാഴ്ച എത്രയധികം ദൂരേക്ക് ഒറ്റ നിൽപ്പിൽ നോക്കാൻ മാത്രം നമ്മൾ കാണുമോ അത്ര വലിപ്പമുണ്ടായിരിക്കും ഓരോ സിജില്ലുകളുടെയും വലിപ്പം. അങ്ങനെ 99 സിജില്ലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരത്തും. സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, തുൻകിറു മിൻ ഹാദാ ഷൈഅൻ, അല്ലയോ നീ ഈ പ്രവർത്തിച്ച നിന്റെ രേഖകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിനക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? നീ ചെയ്തിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അലോലമക കതബതി അൽ ഹാഫിളൂൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ എഴുത്തുകാരുണ്ട്, നമ്മൾ പ്രവർത്തിച്ചതൊക്കെ എല്ലാം അറിയുന്ന റഖീബ് അതീദ് വിശേഷണത്തിൽ അറിയപ്പെട്ട മലക്കുകൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾ നിന്നോട് എന്തെങ്കിലും അതിക്രമം കാണിച്ചോ? നീ ചെയ്യാത്തതെന്തെങ്കിലും നിന്റെ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ അടിമ പറയുകയാണ്, ഫയഖൂലു ലാ യാ റബ്ബ്, അല്ലാഹുവേ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, അഫലക ഉദ്റുൻ, എന്തെങ്കിലും ന്യായം പറയാണ്ടോ? ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ഈ തിന്മ ചെയ്തിട്ടില്ല, ഈ പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല, ആ അവസരത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇങ്ങനെ ദുർന്യായങ്ങൾ ആവർത്തിച്ച് നാവിട്ടടിച്ച് പറയാനുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുമത്തെ ഫയഖൂലു ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ന്യായങ്ങളൊന്നും പറയാനുള്ള, ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണെന്ന് ആ അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ അല്ലാഹു പറയുകയാണ്, കാരുണ്യവാനായ റബ്ബ് പറയുകയാണ്, പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബ് പറയുകയാണ്, ഇന്ന ലക ഇൻദനാ ഹസന, എന്റെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്. അപ്പോൾ ആ അടിമ ആശ്ചര്യവാനായിക്കൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാ റബ്ബേ അത് സാധിക്കുന്നത്? ലാ യാ റബ്ബ്, എന്റെ അടുക്കൽ നന്മയുണ്ട് എന്നോ? 99 സിജില്ലുകളിലും തിന്മകൾ നിറച്ചു വെച്ചിട്ട് എനിക്കിനിയും നന്മകളുണ്ട് എന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതുഖ്റജു ബിതാഖത്തുൻ ഫീഹാ, ഒരു കാർഡ് പുറത്തേക്ക് കൊടുക്കും. നേരത്തെ കാണിച്ച 99 എണ്ണത്തിന് പകരമായി ഒന്നുകൂടെ അല്ലാഹു പുറത്തേക്ക് എടുക്കും. ഫീഹാ, ആ കാർഡിൽ ഉണ്ട്, ആ ബിതാഖത്തിൽ ഉണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. നമ്മൾ ഉച്ചരിച്ച, നമ്മൾ അംഗീകരിച്ച, നമ്മൾ പഠിച്ച, മനസ്സിലാക്കിയ, ജീവിതത്തിന്റെ ആദർശമായി സ്വീകരിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വേർഡ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരൊറ്റ ബിതാഖത്തിൽ കാർഡിൽ ബാക്കിയായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്ത ആ തിന്മകളുടെ കാർഡുകളും അദ്ദേഹം പറഞ്ഞ ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന കാർഡുകളും ഒരുമിപ്പിച്ച് വെച്ച് അല്ലാഹു ചോദിക്കുകയാണ്, എന്തെങ്കിലും ചാൻസുകൾ നിനക്കുള്ളതായി കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ അടിമ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? മാ ഹാദിഹിൽ ബിതാഖ, ഈ ചെറിയ ഒരൊറ്റ കാർഡ്, മാ ഹാദിഹി സിജില്ലാത്ത്, ഇത്രയും കാർഡുകളോട്, ഇത്രയും രേഖകളോട് എങ്ങനെ ഏറ്റുമുട്ടാനാ എന്ന് ആ അടിമ ആശ്ചര്യത്തോടെ ചോദിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലാ തുളമു, നീ ആക്രമിക്കപ്പെടുകയില്ല. ഫതൂദഉ സിജില്ലാത്തു ഫീ കഫത്തിൻ വൽ ബിതാഖത്തു ഫീ കഫത്തിൻ, എല്ലാ രേഖകളും ഒരു വസനിൽ, ഒരു അളവിൽ, ഒരു തുലാസിലിടുകയും മറ്റൊന്ന് മറ്റേ തുലാസിൽ വെക്കുകയും ചെയ്യുമ്പോൾ ഫതോശത്തിസ് സിജില്ലാത്ത്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും ഈ ഒറ്റ ബിതാഖത്തിൽ നിൽക്കുന്ന ഷഹാദത്ത് കലിമ കൊണ്ട് മായ്ച്ചു പോവുകയും അദ്ദേഹത്തിന്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തുകൾ കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ തുലാസ് ഘനം തൂങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നതാണ്. ഇതാണ് നമ്മൾ പറയുന്ന ഷഹാദത്ത് കലിമയുടെ മാത്രം പവർ, അതിന്റെ മാത്രം പ്രതിഫലം അതായിരിക്കും. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ചെയ്തു പോയ എത്രയെത്ര നന്മകളുണ്ട്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, മീസാനിൽ നിറഞ്ഞു നിൽക്കും അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, അത് തുലാസിൽ കനം തൂങ്ങുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഒരുങ്ങിയിറങ്ങിയാൽ, നമ്മൾ മനഃപൂർവ്വം സമയം കണ്ടാൽ, ധർമ്മനിഷ്ഠ പാലിച്ചാൽ, വ്യവസ്ഥപ്പെടുത്തിയാൽ ജീവിതത്തിൽ സമയമുണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള അവസരം നമുക്ക് വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു എല്ലാ മാസങ്ങൾക്കും പ്രത്യേകത നൽകി ശ്രേഷ്ഠത പറയപ്പെട്ട മാസങ്ങളുണ്ട്. ഖുർആനിൽ പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. അങ്ങനെ അള്ളാഹു പ്രത്യേകത കൽപ്പിച്ച മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് റജബ്. വറജബ് മുളരിൻ, മുളറിന്റെ റജബ്. പ്രത്യേകമായി മുളർ ഗോത്രക്കാർ ചില ആഘോഷങ്ങളൊക്കെ കൊണ്ടാടിയപ്പോൾ വാക്കിൽ, സംസാരത്തിൽ, പ്രയോഗങ്ങളിൽ വറജബ് മുളരിൻ എന്ന് പ്രവേശിച്ചത് ഹദീസിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. സമാനു ഖദിസ്തദാറ കഹയതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ് അസ്സനതു 12 ശഹ്റ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ് എന്ന നിലക്ക്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 ഏറ്റവും പവിത്രമേറിയതാണ്. സലാസത്തുൻ മുതവാലിയാത്ത്, തുടർന്ന് വരുന്ന ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ്. വറജബു മുളരിൻ അല്ലദീ ബൈന ജുമാദൈ വശഅബാൻ, ശഅബാനിന്റെയും ജുമാദൈ ഊല അതുപോലെ തന്നെ ജുമാദ് സാനി, ഇത് രണ്ടിന്റെയും ഇടയിൽ വരുന്ന റജബ്. മറ്റു 3 മാസങ്ങൾ ദുൽഖഅദയും ദുൽഹിജ്ജും മുഹറമും ഒരുപോലെ അടുപ്പിച്ച് വരുന്ന മാസങ്ങളായി ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നിജസ്ഥിതി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇവിടെ ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയും. ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നതാണ്. പലപ്പോഴെങ്കിലും അതൊരു ചെറിയ കാര്യമല്ലേ, അതൊരു നിസ്സാരമായ കാര്യമല്ലേ എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ലോകത്തെ പണ്ഡിതന്മാർ വിദ്യാത്തിനെയും ഷിർക്കിനെയും വിവരിക്കുമ്പോൾ, അതിനെ നിർവചിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ കണ്ട തിന്മകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിനെ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മാസവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാസം ആദ്യം അറിയിച്ചവന് പുണ്യമുണ്ട്, അതുപോലെ തന്നെ നരകം നിഷിദ്ധമാണ്, ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്, പ്രത്യേകമായ നോമ്പുണ്ട്, അങ്ങനെ തുടങ്ങി ധാരാളം തെറ്റായ ധാരണകൾ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ വെച്ചു പുലർത്തുന്നു. അതിൽ നിന്നൊക്കെ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവൂടെ മാറി നിൽക്കാനും കൃത്യമായ കാര്യം മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കണം, വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം. ഈ മാസത്തിൽ പ്രത്യേകമായി നോമ്പോ നിസ്കാരമോ ഉംറയോ മറ്റെന്തെങ്കിലും പുണ്യകർമ്മങ്ങളോ ചെയ്യുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുന്നത്തായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു കാരണമായി എടുക്കുന്നു. ആദ്യം മുതലേ ഉണ്ടല്ലോ, പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിലൊക്കെ ഇതിനെ പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഇതിനെ കുത്തിനിറക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, റജവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയോടുകൂടെ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നും അതിലുള്ള ബിദ്അത്തുകളും അതിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ് എന്ന അർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചെഴുതിയ ഒരു ഗ്രന്ഥമാണ് തബയ്യീനുൽ അജബി ഫീ ഫദ്ലി ഷഹ്രി റജബ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മഹുല്ലാ ഫതുഹുൽ ബാരി എന്ന സ്വഹീഹുൽ ബുഖാരിയുടെ വിഖ്യാതമായ വിശദീകരണ ഗ്രന്ഥം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്കലാനി അശ്ശാഫിഈ, ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് തബയ്യീനുൽ അജബി ഫീ ഫദ്ലി ഷഹ്രി റജബ് എന്ന ഗ്രന്ഥം. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ലം യരിദ് ഫീ ഫദ്ലി ഷഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് പണ്ഡിതന്മാരുടെ നിലപാട് എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. റജബിന്റെ ഫദ്ല് പറയുന്നിടത്ത് അതല്ലെങ്കിൽ അവിടെ നോമ്പുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ അതിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പുണ്ട് എന്ന് നിർണയിച്ച് പറയുന്ന വിഷയത്തിലോ അതിലേതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിലോ വന്നിട്ടില്ല. ഒരു ഹദീസും സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് സാധിക്കുന്ന
അപലംബിക്കാവുന്ന ഒരു ഹദീസും വന്നിട്ടില്ല എന്നതാണ് അതിലുള്ള നിലപാട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ കൽപ്പനയില്ലാത്ത പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ തള്ളപ്പെടേണ്ടതാണ് എന്ന ആ നിലപാടിൽ തന്നെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന, ബിദ്അത്തുകളെ നിരാകരിക്കുന്ന, മാറ്റിക്കളയുന്ന, സുന്നത്തിലേക്ക് വീണ്ടും വീണ്ടും അടുത്ത് കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് ചേക്കേറുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടാനുള്ള ശ്രദ്ധ കാണിക്കുക. അറിഞ്ഞും പ്രവർത്തിച്ചും ധാരാളം ഖൈറുകളിലേക്ക് ചേക്കാറാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധർമ്മനിഷ്ഠ പാലിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച വീഴ്ചകൾ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.